അടുത്തിടെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇങ്ങനെ ബ്ലറായിട്ട് കറങ്ങുന്നത് കണ്ടു. അതായത് കുറെ പേര് എന്താ അതിന്റെ താഴെ കമന്റ് ചെയ്യുന്നു, ലിച്ചിയുടെ പാർട്ട്ണറാണ്, കല്യാണം കഴിക്കാൻ പോകുന്നു, ബോയ് ഫ്രണ്ട് ആണ്, കോസ്റ്റാർ ആണ്, ഏതോ ഒരു സൂപ്പർ സ്റ്റാർ ആണ്, അങ്ങനെയൊക്കെ പറയുന്നു ആളുകൾ. ആരാണ് ആ ബ്ലറായി കിടക്കുന്ന മുഖം? അയ്യോ, അത് പറഞ്ഞ പിന്നെ ബ്ലറിങ് പോയില്ലേ. അല്ല, പൊസിഷൻ എന്താണ്? സൂപ്പർ സ്റ്റാർ പടത്തിന്റെ വല്ല ആൾക്കാരാണോ, ആക്ച്വലി ജീവിതത്തിലേക്ക് കൂട്ടാവുന്ന ആളാണ്? മൂവി ബേസ്ഡ് ആളാണ്. മൂവി ബേസ്ഡ് ആളാണ്. ലൈഫിലേക്ക് കൂട്ടാൻ പ്ലാൻ ഉണ്ട്. ആൾക്ക് പ്ലാൻ ഉണ്ട്, നമുക്കില്ല. നമുക്കും ഉണ്ടായിരുന്നു. അല്ല, നമുക്കും ഉണ്ട്. അത് ഞാൻ സമയമാകുമ്പോ പറയും. അത് ഔദ്യോഗികമായിട്ട് ബ്ലറിങ് മാറ്റി ഞാനത് പോസ്റ്റ് ആക്കി. ബ്ലറായിട്ട് ഇടണം എന്നാ പിന്നെ ഇടാതിരുന്നൂടെ? എന്തിനാണ് ഈ ബ്ലറായിട്ട് ഇട്ടിട്ട് ആൾക്കാരുടെ മനസ്സിങ്ങനെ ആരാ ഏതാന്ന് ഇങ്ങനെ? രസമുണ്ടായി. കാരണം എനിക്ക് ഇൻസ്റ്റയില് കുറേ ആളുകളുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതാണോ 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 ഒരു കുറേ ദിവസം ഞാനിങ്ങനെ നോക്കോ ഇതൊക്കെയാണ്. കാരണം ലിങ്ക് ചെയ്ത് കൊണ്ടുവരാൻ. പക്ഷെ അതിൽ കുറേ പേര് ആരാന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് ഇതല്ല ഇതല്ല എന്ന് പറയണ്ടായി. എന്നെ അതങ്ങ് സമയമാകുമ്പോൾ ഒഫീഷ്യലി നമുക്ക് പറയാം. അതെ, അതുവരെ ആരാധകരെ ഇങ്ങനെ ആ ഒരു മുൾമുനയിൽ നിർത്താനാണ് കുട്ടിയുടെ താല്പര്യം. ഈ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ മനസ്സിലാവും. അതായത് ഇപ്പൊ അടുത്തിടെ ഞാൻ കണ്ടു, രാഷ്ട്രീയ പരിപാടികൾ വല്ലതും തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ അച്ഛന്റെ പാതയിലൂടെ പോകാൻ? ആക്ച്വലി നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടു. അച്ഛന്റെ പാത എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അങ്ങനെയുണ്ട്. അച്ഛന് രാജീവ് ഗാന്ധി ആ ഒരു അവരെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് രാഹുൽ ഗാന്ധിനെ അതിനേക്കാളും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം വന്ന് പോണോന്ന്. പിന്നെ പോവണ്ടേ? എനിക്ക് തോന്നുന്നു അമ്മ ആദ്യം അങ്ങനെ പറഞ്ഞ പള്ളിയിൽ പോണ കാര്യം മാത്രമാണ്. പിന്നെ പറയണതാണ് ഇദ്ദേഹത്തെ നമ്മുടെ ഇപ്പൊ നടന്ന റാലി അതിലല്ലേ. പിന്നെ എനിക്കും കാണണം എന്ന് ഇൻട്രസ്റ്റ് അല്ല ഇഷ്ടമുള്ള പണ്ടത്തെ നമ്മുടെ മൈൻഡിലെ ആളെന്നൊക്കെ പറയുന്നത് ക്രഷ് എന്ന രീതിയിലാണ് പോയി. അപ്പൊ അന്ന് കുറെ പേര് അന്ന ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, വീട്ടിലൊരാള് മിസ്സായി, അതിന്റെ ഒരു വീഡിയോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കാണുമ്പോ മനസ്സിലാവും. അത് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കല്യാണം എൻഗേജ്മെന്റിന്റെ കുറച്ച് ദിവസം മുമ്പാണ്. ഇവൻ ഞങ്ങളുടെ പാർട്ട് ഓഫ് ദ ലൈഫാണ്. ഇവനെയും എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തി തന്ന ഡോഗാണ്. സംവാട്ട് ബ്ലഡ്. അപ്പം ബ്ലഡ് ഇമേജിൽ. അപ്പോൾ ഇത് കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് കിട്ടി. അപ്പം ഞങ്ങൾ അത്രയും ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരുത്തനാണ്. ഇവൻ ഗേറ്റ് തുറന്നപ്പോൾ ഇവൻ ചാടിപ്പോയി. അപ്പോൾ വേറെ കുറേ ഡോഗുകളുണ്ടായിരുന്നു, അവരോട് പോയി. എപ്പോൾ പോയാലും ഒരു റൗണ്ട് അടിച്ച് അവൻ തിരിച്ച് വരേണ്ടതാണ്. ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു, ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ തിരക്ക്, എൻഗേജ്മെന്റ് തിരക്ക്. അതിനിടയ്ക്ക് ഇവനെ കാണുന്നില്ല. ഭയങ്കര എല്ലാവരും ഒരു മൂഡിലെ അവസ്ഥയായിരുന്നു വീട്ടിൽ. അന്ന് പോസ്റ്റ് എല്ലാ ദിവസം വൈകുന്നേരം ചേട്ടൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു കൊടുക്കാൻ എവിടെയൊക്കെ പോയി, ഞാൻ പറവൂരൊക്കെ പോയി തോന്നുന്നു. കാരണം കൂട്ടം തെറ്റിപ്പോയി എന്നറിയില്ലല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വൈകുന്നേരം അവിടുത്തെ 2-3 പിള്ളേർ വന്നിട്ട് അവരുടെ ഫോട്ടോ ഒക്കെ ഞാൻ എടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു, താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. അവർ വന്നിട്ട് പറഞ്ഞു വൈറ്റോ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. ഇവന് ആക്ച്വലി സോഷ്യലൈസ് അറിയില്ല. ബാക്കിയുള്ള അവരെ കണ്ട പുറകെ പോകുന്നുള്ളൂ. അവർക്ക് എന്താണ് ആ ലൈഫ് എന്ന് അറിയില്ല. അവനൊരു ഐസൊലേറ്റഡ് ആയൊരു വീട്ടിൽ മുകളിൽ 3 ദിവസം ഒരു വെള്ളം കൊണ്ട് ഇഷ്ടമില്ലാത്ത ഡോഗാ. 3 ദിവസം അവൻ മഴയത്ത് കിടന്ന് പിള്ളേർ ഫുഡൊക്കെ വലിച്ചെറിഞ്ഞ് എനിക്ക് എല്ലും തോലുമായിട്ട് എനിക്ക് തിരിച്ചു കിട്ടി അവനെ. എൻഗേജ്മെന്റ് എന്നൊരു 5 days കഴിഞ്ഞിട്ട്. പിന്നെ അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ട്രിപ്പൊക്കെ കയറ്റി ആണ് തിരിച്ച് കിട്ടിയത്. പക്ഷെ എന്നാലും കിട്ടിയല്ലോ. അത് തന്നെ. പിന്നെ ഇപ്പൊ എല്ലാ കുർത്തക്കേടുകളായിട്ട് കൂടെ തന്നെ ഉണ്ട്. അപ്പൊ ചെല്ലുമ്പോ ഞങ്ങളുടെയൊക്കെ അന്വേഷണമൊക്കെ പറയും.